ഭരണഘടനയുടെ 3-ാം ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, നിയമനിർമ്മാണ സഭയിലേക്ക് ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം ആദ്യമായി നടപ്പിലാക്കിയ നിയമം ഏത്? നിയമനിർമ്മാണ സഭയിലേക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം ആദ്യമായി നടപ്പിലാക്കിയ നിയമം ഏത്? ശരിയുത്തരം ഓപ്ഷൻ ബി, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ശരിയുത്തരം ഓപ്ഷൻ ബി, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. നിയമനിർമ്മാണ സഭയിലേക്ക് ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം ആദ്യമായി നടപ്പിലാക്കിയ നിയമം ഏത്? ശരിയുത്തരം ഓപ്ഷൻ ബി, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം വൈസ്രോയിയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ആരെല്ലാമാണ്? 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം വൈസ്രോയിയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ആരെല്ലാമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജാ ബനാറസ്, മഹാരാജ പാട്യാല, സർ ദിനകർ റാവു. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം വൈസ്രോയിയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ആരെല്ലാമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജാ ബനാറസ്, മഹാരാജ പാട്യാല, സർ ദിനകർ റാവു. ഇന്ത്യക്കാരുടെ നിയമനിർമ്മാണ സഭയിലെ ആദ്യ ഔദ്യോഗിക പ്രാതിനിധ്യത്തിന് ഈ നിയമം വഴിയൊരുക്കി. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ 6 മാസത്തെ കാലാവധിയോടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ വൈസ്രോയ്ക്ക് അധികാരം നൽകിയ നിയമം ഏത്? അടിയന്തര സാഹചര്യങ്ങളിൽ 6 മാസത്തെ കാലാവധിയോടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ വൈസ്രോയ്ക്ക് അധികാരം നൽകിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. അടിയന്തര സാഹചര്യങ്ങളിൽ 6 മാസത്തെ കാലാവധിയോടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ വൈസ്രോയ്ക്ക് അധികാരം നൽകിയ നിയമം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. ഈ ഓർഡിനൻസ് പരമാവധി 6 മാസത്തെ കാലാവധി ഉണ്ടായിരുന്നു. ഇതേ നിയമത്തിലൂടെയാണ് ഇന്ത്യക്കാരെ ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ വ്യവസ്ഥ ചെയ്തത്. കൂടാതെ ബോംബെ, മദ്രാസ് പ്രസിഡൻസികളുടെ നിയമനിർമ്മാണ അധികാരങ്ങളും പുനഃസ്ഥാപിച്ചു. 1859 ലോർഡ് കാനിങ് കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സമ്പ്രദായത്തിന് നിയമപരമായ അംഗീകാരം നൽകിയ നിയമം ഏത്? 1859 ലോർഡ് കാനിങ് കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സമ്പ്രദായത്തിന് നിയമപരമായ അംഗീകാരം നൽകിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. 1859 ലോർഡ് കാനിങ് കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സമ്പ്രദായത്തിന് നിയമപരമായ അംഗീകാരം നൽകിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 മറ്റൊരു പേര് ഓപ്ഷൻ ബി, മിൻഡോ മോർലി ഭരണപരിഷ്കാരം. അന്നത്തെ ഇന്ത്യ സെക്രട്ടറി ജോൺ മോർലിയുടെയും വൈസ്രോയി ലോർഡ് മിൻഡോയുടെയും പേരിലാണ് ഈ പരിഷ്കാരം അറിയപ്പെടുന്നത്. അന്നത്തെ ഇന്ത്യ സെക്രട്ടറി ജോൺ മോർലിയുടെയും വൈസ്രോയി ലോർഡ് മിൻഡോയുടെയും പേരിലാണ് ഈ പരിഷ്കാരം അറിയപ്പെടുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 മറ്റൊരു പേര് മിൻഡോ മോർലി ഭരണപരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ച ആദ്യ നിയമം ഇതാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ച ആദ്യ നിയമം ഇതാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻഡോയുടെയും ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന ലോർഡ് മോർലിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം ഏത്? ശരിയായ ഉത്തരം മിൻഡോ മോർലി ഭരണപരിഷ്കാരം. മുസ്ലിം വിഭാഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏത്? മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏത്? ശരിയായ ഉത്തരം മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഓർ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. മുസ്ലിം വിഭാഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം മിൻഡോ മോർലി ഭരണപരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. മിൻഡോ മോർലി ഭരണപരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 പ്രകാരം എന്ത് വ്യവസ്ഥയാണ് നടപ്പിലാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചു. മിൻഡോ മോർലി ഭരണപരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്
1909 പ്രകാരം എന്ത് വ്യവസ്ഥയാണ് നടപ്പിലാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചു. ഈ നിയമപ്രകാരം സത്യേന്ദ്ര പ്രസന്ന സിൻഹ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആദ്യ ഇന്ത്യൻ അംഗമായി നിയമിതനായി. കൂടാതെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. സത്യേന്ദ്ര പ്രസന്ന സിൻഹ. പിന്നീട് അദ്ദേഹം ബീഹാർ, ഒറീസയുടെ ആദ്യ ഗവർണർ ആയും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ലോർഡ് മിൻറ്റോ II. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ലോർഡ് മിൻറ്റോ II. ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ലോർഡ് മിൻറ്റോ II. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് ഏത് പേരിൽ? 1819 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ഇന്ത്യയിൽ ആദ്യമായി നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് സമ്പ്രദായം നിലവിൽ വന്നു. ഈ നിയമം 1921 പ്രാബല്യത്തിൽ വന്നു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മോണ്ടേഗു ചെംസ്ഫോർഡ് നിയമം 1921 പ്രാബല്യത്തിൽ വന്നു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ റിപ്പോർട്ട് ഏത്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ റിപ്പോർട്ട് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മോണ്ട്ഫോർഡ് റിപ്പോർട്ട്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ റിപ്പോർട്ട് ഓപ്ഷൻ ബി. മോണ്ട്ഫോർഡ് റിപ്പോർട്ട്. മോണ്ട്ഫോർഡ് റിപ്പോർട്ട് 1918 ജൂലൈ 8 പ്രസിദ്ധീകരിച്ചു. മോണ്ട്ഫോർഡ് റിപ്പോർട്ട് 1918 ജൂലൈ 8 പ്രസിദ്ധീകരിച്ചു. ഇത് തയ്യാറാക്കിയത് എഡ്വിൻ മോണ്ടേഗു പ്ലസ് ചെംസ്ഫോർഡ് പ്രഭു എന്നിവർ ചേർന്നാണ്. ഇത് തയ്യാറാക്കിയത് എഡ്വിൻ മോണ്ടേഗു പ്ലസ് ചെംസ്ഫോർഡ് പ്രഭു എന്നിവർ ചേർന്നാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും ഈസ്റ്റ് ഇന്ത്യ സെക്രട്ടറി മോണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങൾ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറി മോണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങൾ അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എഡ്വിൻ സാമുവൽ മോണ്ടേഗു ആയിരുന്നു. ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല ബൈകാമറൽ സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ച നടപ്പിലാക്കിയ പരിഷ്കാരം ഏത്? ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല ബൈകാമറൽ സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ച നടപ്പിലാക്കിയ പരിഷ്കാരം ഏത്? ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ച നടപ്പിലാക്കിയ പരിഷ്കാരം ഏത്? ശരിയായ ഉത്തരം 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല ബൈകാമറൽ സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ച നടപ്പിലാക്കിയ പരിഷ്കാരം 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ഇന്നത്തെ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുടക്കം കുറിച്ചത് ഈ പരിഷ്കാരമാണ്. ഇന്നത്തെ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുടക്കം കുറിച്ചത് മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരമാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഡയാർക്കി കൊണ്ടുവന്നതും ഈ ആക്റ്റാണ്. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാര പ്രകാരം 1919 ആക്ട് പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാരുടെ എണ്ണം എത്രയായി ഉയർത്തി? മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാര പ്രകാരം 1919 ആക്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാരുടെ എണ്ണം എത്രയായി ഉയർത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. 1919 മുൻപ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്ര പ്രസാദ് സിൻഹ ആയിരുന്നു എന്ന് ഓർമ്മിക്കുക. 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം പ്രത്യേക മണ്ഡലങ്ങൾ ആർക്കൊക്കെ അനുവദിച്ചു? 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം പ്രത്യേക മണ്ഡലങ്ങൾ ആർക്കൊക്കെ അനുവദിച്ചു?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സിഖുകാർ, ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യക്കാർ, യൂറോപ്യന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സിഖുകാർ, ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യക്കാർ, യൂറോപ്യന്മാർ. 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം പ്രത്യേക മണ്ഡലങ്ങൾ ആർക്കൊക്കെ അനുവദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സിഖുകാർ, ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യക്കാർ, യൂറോപ്യന്മാർ. 1909 മോർലി മിൻറ്റോ പരിഷ്കാരത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു പ്രത്യേക മണ്ഡലം. 1909 മോർലി മിൻറ്റോ പരിഷ്കാരത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു പ്രത്യേക മണ്ഡലം. 1919 ആക്ടിൽ അതിൻ്റെ വ്യാപ്തി കൂട്ടി സിഖ്, ഇന്ത്യൻ ക്രിസ്ത്യൻ, ആംഗ്ലോ ഇന്ത്യൻ, യൂറോപ്യൻ വിഭാഗങ്ങൾക്കും പ്രത്യേക മണ്ഡലം നൽകി. ഇതിലൂടെ ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം കൂടുതൽ ശക്തമാക്കി. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 രൂപീകരിക്കാൻ കാരണമായ നിയമം ഏത്? ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 രൂപീകരിക്കാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതാണ് പിന്നീട് ഇന്നത്തെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയി മാറിയത്. ഇന്ത്യൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സാർ റോസ് ബാർക്കർ ആണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സാർ റോസ് ബാർക്കർ ആണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ഏത്? ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. എല്ലാ സ്ത്രീകൾക്കും തുല്യ വോട്ടവകാശം കിട്ടുന്നത് 1950 ഭരണഘടന നിലവിൽ വന്ന ശേഷം മാത്രമാണ്. എല്ലാ സ്ത്രീകൾക്കും തുല്യ വോട്ടവകാശം കിട്ടുന്നത് 1950 ഭരണഘടന നിലവിൽ വന്ന ശേഷം മാത്രമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്ന വർഷം. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്ന വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1921. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്ന വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1921. നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രൂപീകരിച്ച സംഘടന ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രൂപീകരിച്ച സംഘടന ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വരാജ് പാർട്ടി. നിസ്സഹകരണ സംസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രൂപീകരിച്ച സംഘടന ഓപ്ഷൻ ബി സ്വരാജ് പാർട്ടി. രൂപീകരണം 1923 ജനുവരി 1 അലഹബാദിലാണ്. രൂപീകരണം 1923 ജനുവരി 1 അലഹബാദിലാണ്. ലക്ഷ്യം കൗൺസിലുകളിൽ കയറി അകത്തുനിന്ന് ബ്രിട്ടീഷ് ഭരണത്തെ തടസ്സപ്പെടുത്തുക. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ കാരണം 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിയതിൽ പ്രതിഷേധിച്ച്. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്ന്. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്ന്. ശരിയായ ഉത്തരം 1923 ജനുവരി 1. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ജനുവരി 1. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആര്? സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസ് ദേശബന്ധു എന്നറിയപ്പെടുന്നു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റാണ്. CR ദാസ് ദേശബന്ധു എന്നറിയപ്പെടുന്നു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റാണ്. മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റു. മറ്റു പ്രധാന നേതാക്കൾ വിത്തൽ ഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, ശ്രീനിവാസ അയ്യങ്കാർ. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗയ സമ്മേളനം 1922 ഡിസംബറിൽ. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ബി ഗയ സമ്മേളനം 1922 ഡിസംബർ. CR ദാസ് ആയിരുന്നു ഗയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ.
ഗയ സമ്മേളനത്തിൽ കൗൺസിൽ പ്രവേശനത്തെ ഗാന്ധിപക്ഷം എതിർത്തു. തുടർന്ന് CR ദാസും മോത്തിലാൽ നെഹ്റുവും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വരാജ് പാർട്ടി ഉണ്ടാക്കി. സ്വരാജ് പാർട്ടിയുടെ ആദ്യ നാമം എന്തായിരുന്നു? സ്വരാജ് പാർട്ടിയുടെ ആദ്യ നാമം എന്തായിരുന്നു? ശരിയായ ഉത്തരം കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അലഹബാദ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അലഹബാദ്. ബുദ്ധിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏത്? ബുദ്ധിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വരാജ് പാർട്ടി. ബുദ്ധിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വരാജ് പാർട്ടി. 1919 ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ബുദ്ധിമാൻ കമ്മിറ്റി. അധ്യക്ഷൻ സർ അലക്സാണ്ടർ ബുദ്ധിമാൻ. അധ്യക്ഷൻ സർ അലക്സാണ്ടർ ബുദ്ധിമാൻ. ബുദ്ധിമാൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർ അലക്സാണ്ടർ ബുദ്ധിമാൻ. 1923 തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് സ്വരാജ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചത്? 1923 തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് സ്വരാജ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രവിശ്യ, സെൻട്രൽ പ്രൊവിൻസ്. ഈ 923 എന്നുള്ളത് 1923 എന്ന് വായിക്കുക. 1923 തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് സ്വരാജ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രവിശ്യ, സെൻട്രൽ പ്രൊവിൻസ്. 1923 നവംബറിലെ തെരഞ്ഞെടുപ്പ് സ്വരാജ് പാർട്ടി ആദ്യമായി മത്സരിച്ച തിരഞ്ഞെടുപ്പ്. 1923 നവംബറിലെ തിരഞ്ഞെടുപ്പാണ് സ്വരാജ് പാർട്ടി ആദ്യമായി മത്സരിച്ച തിരഞ്ഞെടുപ്പ്. മധ്യപ്രവിശ്യയിൽ ഭൂരിപക്ഷം നേടിയ സ്വരാജ് പാർട്ടി സർക്കാർ രൂപീകരിക്കാൻ വിസമ്മതിച്ച് ഭരണത്തെ പ്രതിസന്ധിയിലാക്കി. കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബിത്തൽ ഭായ് പട്ടേൽ. 1925. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബിത്തൽ ഭായ് പട്ടേൽ. 1925 ഓഗസ്റ്റ് 24 തെരഞ്ഞെടുക്കപ്പെട്ടത്. 1925 ഓഗസ്റ്റ് 24 തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആണ്. ഇദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായി ഔദ്യോഗികമായി ആവശ്യമുന്നയിച്ച രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യക്ക് ഭരണഘടന നിയമനിർമ്മാണ സഭ, കൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായി ഔദ്യോഗികമായി ആവശ്യമുന്നയിച്ച രാഷ്ട്രീയ പാർട്ടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായി ഔദ്യോഗികമായി ആവശ്യമുന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. 1934 മെയ് മാസത്തിൽ റാഞ്ചിയിൽ നടന്ന സ്വരാജ് പാർട്ടി സമ്മേളനത്തിലാണ് ആദ്യമായി ഈ ആവശ്യം ഉന്നയിച്ചത്. MN റോയാണ് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടന നിയമനിർമ്മാണ സഭ ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. MN റോയാണ് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. 1934. 1919 ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അന്വേഷിക്കാനും ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ശുപാർശ നൽകാനും നിയോഗിച്ച കമ്മീഷൻ. 1919 ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അന്വേഷിക്കാനും ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ശുപാർശ നൽകാനും നിയോഗിച്ച കമ്മീഷൻ. ശരിയായ ഉത്തരം സൈമൺ കമ്മീഷൻ. 1919 ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അന്വേഷിക്കാനും ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ശുപാർശ നൽകാനും നിയോഗിച്ച കമ്മീഷൻ. ഓപ്ഷൻ ബി സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ രൂപീകരണം 1927 നവംബർ 26 അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷൻ്റെ രൂപീകരണം 1927 നവംബർ 26 അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആണ്. 7 അംഗങ്ങളും ബ്രിട്ടീഷുകാർ ആയിരുന്നു. ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് വെള്ളക്കാരുടെ കമ്മീഷൻ എന്ന് സൈമൺ കമ്മീഷനെ വിളിച്ചു. 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് വെള്ളക്കാരുടെ കമ്മീഷൻ എന്ന് സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നു. സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്ത്? സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്ത്? ശരിയായ ഉത്തരം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്ത്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെട്ടത് ഏത് കമ്മീഷൻ ആണ്? ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെട്ടത് ഏത് കമ്മീഷൻ ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സൈമൺ കമ്മീഷൻ. ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെട്ടിരുന്നത് ഏത് കമ്മീഷൻ ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ
സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? സൈമൺ കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്റ്റാൻലി ബാൾഡ്വിൻ. സൈമൺ കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി സ്റ്റാൻലി ബാൾഡ്വിൻ. നിയമിച്ചത് 1927 നവംബർ 26 ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി സർക്കാർ ആയിരുന്നു അധികാരത്തിൽ. സൈമൺ കമ്മീഷനെ നിയമിക്കുമ്പോൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നത് ലോർഡ് ബിർക്കൻഹെഡ് ആയിരുന്നു. 2 വർഷം മുൻകൂറായി കമ്മീഷനെ നിയമിക്കാൻ കാരണം 1929 തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി ജയിച്ചാൽ ഇന്ത്യക്ക് കൂടുതൽ അധികാരം നൽകിയേക്കും എന്ന ഭയം കൊണ്ടാണ് കൺസർവേറ്റീവ് സർക്കാർ ധൃതിയിൽ കമ്മീഷനെ നിയമിച്ചത്. സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യ കാര്യ സെക്രട്ടറി ആരായിരുന്നു? സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യ കാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു? ശരിയായ ഉത്തരം ബിർക്കൻഹെഡ് പ്രഭു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബിർക്കൻഹെഡ് പ്രഭു. സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യ കാര്യ സെക്രട്ടറി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബിർക്കൻഹെഡ് പ്രഭു. ഇദ്ദേഹമാണ് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ചത്. അതിനുള്ള മറുപടിയാണ് ഇന്ത്യക്കാർ നെഹ്റു റിപ്പോർട്ട് 1928 തയ്യാറാക്കിയത്. അന്ന് വൈസ്രോയി ലോർഡ് ഇർവിൻ ആയിരുന്നു. സൈമൺ കമ്മീഷൻ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം എന്ന്? സൈമൺ കമ്മീഷൻ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 3. 1928 ഫെബ്രുവരി 3 ബോംബെയിലാണ് സൈമൺ കമ്മീഷൻ ആദ്യമായി എത്തിയത്. ഇന്ത്യ മുഴുവൻ അന്ന് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമായി ഹർത്താൽ ആചരിച്ചു. 2ാം തവണ വന്നത് 1928 ഒക്ടോബറിൽ ലാഹോറിൽ ആണ്. 2ാം തവണ വന്നത് 1928 ഒക്ടോബറിൽ ലാഹോറിൽ ആണ്. അടുത്ത ഭാഗത്തിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ. താങ്ക് യു.